ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളില്ലേ ഇന്ന് എൻ്റെ ഉണ്ണീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേട്ടോ. അവനെ കത്തി എടുത്ത് കളിച്ചു. അവൻ്റെ കണ്ണിലാണെങ്കിലോ കത്തി കൊണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല പേടിയായി. എന്തെങ്കിലും കണ്ണിലും പറ്റുമെന്ന്. കണ്ണിലൊരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേത്ര ഹോസ്പിറ്റലിലാണ് കേട്ടോ പോണത്. അതൊരു നല്ല ഹോസ്പിറ്റലാണ്. പിന്നെ എൻ്റെ ഉണ്ണിയാണെങ്കിലോ ഉറക്കം വന്നിട്ട് ഇറങ്ങിക്കൊണ്ട് പോയി. പിന്നെ ഉമ്മച്ചി വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ എൻ്റെ നെജു ആണെങ്കിലോ എന്നെ വീഡിയോക്ക് നോക്കാത്തതിന് എന്നെ ഓർക്കത്തിന് എണിപ്പിച്ച് അയക്ക് നോക്കിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേത്ര ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. പിന്നെ ആണെങ്കിൽ എൻ്റെ ഞങ്ങൾ കയറി പോവാണ്. വാപ്പച്ചിയാണ് ടോക്കൺ എടുക്കണേ. പിന്നെ നേത്ര ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഇവിടെ ഒരു ഗ്ലാസ് പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇതേ വാപ്പച്ചി ടോക്കൺ എടുക്കുകയാണ്. പിന്നെ ഒരാളാണെങ്കിൽ അവിടെ എത്തി നോക്കിയാണ്. പിന്നെ ഞാനൊരു ഗ്ലാസ് കണ്ടു. പക്ഷെ ഞാൻ ഉമ്മച്ചിക്ക് തന്നെ കളിയാക്കി അവിടെ ഗ്ലാസ്സില്ലാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ തൊട്ട് നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇത് കണ്ടിട്ട് അതിശയിച്ചു പോയി. ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെയൊക്കെ കറാവാണ്ട് എങ്ങനെ നോക്കണമെന്ന്. പിന്നെ ആണെങ്കിലോ എൻ്റെ ഉണ്ണീനെ കാണിക്കാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ ബാഗ് ഇട്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മച്ചിക്ക് ബാഗ് ഇടാൻ പറ്റില്ല. എൻ്റെ ഉമ്മച്ചി ഉണ്ണീനെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കണത്. പിന്നെ എൻ്റെ ഉമ്മച്ചി പോയ കാരണം എൻ്റെ ഉണ്ണി സമ്മതിക്കണ്ടായിരുന്നില്ല അങ്ങോട്ട്. അവൻ്റെ വിചാരം അവനെല്ലാം കൊല്ലാൻ കൊണ്ടായിരുന്നു. അത് കാരണം അവൻ ഹോസ്പിറ്റലിൽ അവനെ ചികിത്സിക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ മരുന്ന് മേടിച്ചിട്ട് എൻ്റെ പിന്നെ ഉമ്മച്ചിനെ ടാബ് മേടിക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചിയുടെ ഫോണും എൻ്റെ ടാബിൻ്റെ ചില്ലൊന്ന് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മച്ചിയുടെ ഫോണിൻ്റെ ഗ്ലാസ് ഒന്ന് പോയിട്ടുണ്ട്. അത് കാരണം പിന്നെ ഇവിടുത്തെ അമ്പലവും കൊടുങ്ങല്ലൂർ അമ്പലവും കൊടുങ്ങല്ലൂർ പള്ളിയൊക്കെ ഫേമസ് അല്ലേ, ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ടാബും ഫോണൊക്കെ ശരിയാക്കണം. പിന്നെ എൻ്റെ ടാബ് ശരിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല റോൾ അടിച്ചിട്ടാണ് പോണത്. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് അറിയണത് പിന്നെ എൻ്റെ വാപ്പച്ചി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് കയറി. അവിടെ നിന്ന് എൻ്റെ ടാബിൻ്റെ ഗ്ലാസ്സിനൊരു പ്രശ്നമുള്ളൂ. അവിടെ ടാബിൻ്റെ ഗ്ലാസ് സ്റ്റോക്കിലായിരുന്നു. അത് കാരണം ടാബ് ശരിയാക്കാൻ പറ്റില്ല. പക്ഷെ ഫോൺ ശരിയാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഫോൺ 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ എൻ്റെ സപ്പുവിന് ഗിഫ്റ്റ് മേടിക്കാൻ പോവുമായിരുന്നു. സപ്പുവിനൊരു കാർ ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതും കൊണ്ട് ഞങ്ങൾ സപ്പുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ബേക്കറി കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് വേറെയും. പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഞങ്ങൾ വീട് എത്താറായി. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകണ കാരണം ഓട്ടോറിക്ഷ സൗണ്ട് ഉണ്ടാവുമല്ലോ. സൗണ്ട് ഉണ്ടാക്കുന്ന കാരണം ഞങ്ങൾ കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ചങ്ങോട്ട് നീക്കി നിർത്തി. പിന്നെ ഞാൻ ഗിഫ്റ്റ് പുറകിലൊക്കെ പിടിച്ച് നടന്ന് ഓടുന്ന പോലെയാണ് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പതുക്കെ തുറന്ന് കയറി. പിന്നെ ഞങ്ങൾ വാതിൽ തുറന്ന് കയറിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ വേഷം അധികം കൊള്ളില്ലായിരുന്നു. അത് കാരണമാണ് ഞങ്ങൾ അവനെടുക്കാണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വാപ്പമ്മയും പിന്നെ എൻ്റെ മാമിയും ചോറിനായിരുന്നു. പിന്നെ അപ്പോഴോ അവനക്കാണെങ്കിലോ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഷോക്കായി. ഞങ്ങൾ വന്നതിൻ്റെയാണ് വേറെ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഞങ്ങൾ പൊറോട്ട പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് ബാബാപ്പാട് അവിടെ നിന്ന് വരുന്ന ടൈമിൽ ബിരിയാണി തിന്നാരി കൊതിയായപ്പോൾ ഞങ്ങൾ ബിരിയാണി മേടിക്കാൻ കയറിയാണ്. ഞാനാണ് വീഡിയോ എടുക്കണമൊക്കെ. പിന്നെ വാപ്പച്ചി അവിടെ നിന്നു. വാപ്പച്ചി പറഞ്ഞു ബിരിയാണി കുറച്ച് നേരം എടുക്കും, അത് കാരണം നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞില്ല. പിന്നെ ആണെങ്കിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ, ഞാൻ അപ്പോൾ ലൈറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണില്ലായിരുന്നു ആ ടൈമിൽ. പിന്നെ ഞങ്ങൾ പൊക്കോണ്ട് അവിടെ ഇട്ടൊരു അത് ഞാൻ ലൈറ്റ് കൂട്ടിയത്. പിന്നെ ഞങ്ങൾ ബിരിയാണി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണി ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.